അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അത് മകം നക്ഷത്രക്കാർക്കും പൂരം നക്ഷത്രക്കാർക്കും ഒക്കെ ഉള്ള ഒരു ടെൻഡൻസിയാണ്. അതായത് നമ്മുടെ മുത്തച്ഛന്മാര് അല്ലെ, നമ്മുടെ ആൻസെസ്റ്റേഴ്സിനോടുള്ള ഭയങ്കര ഇഷ്ടം, പഴുമ, ഹെറിറ്റേജ്, ട്രഡീഷൻ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. ഞാനിപ്പോ ആസ്ട്രോളജി പഠിച്ചു തുടങ്ങിയപ്പോ അറിഞ്ഞതാ. അപ്പൊ ഞാൻ മകം നക്ഷത്രമാണ്. മകം പിറന്ന മങ്കയാണ്. മകം പിറന്ന മങ്ക പൂരം പിറന്ന പുരുഷനെ കെട്ടി പൂരമാണ്. അത് കൊള്ളാലോ. അപ്പൊ പെർഫെക്റ്റ് മാച്ച്. പെർഫെക്റ്റ് മാച്ച്. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. അതല്ലേ വേണ്ടേ? അങ്ങനെ അടിപൊളിയായിട്ട് പോട്ടെ. ഞങ്ങള് വെറും വില്ലേജിലായിരുന്നു പറയാ. നെന്മാരിപ്പം പ്രശാന്ത് ജനിച്ചത് ആ വില്ലേജിൽ വീട്ടിലാണ്. വീട്ടിലാ ജനിച്ചത്, ഹോസ്പിറ്റലിലല്ല. പശുത്തൊഴുത്തിന്റെ അടുത്താ ജനിച്ചത്. ജനിച്ചപ്പോ പ്രഭ കാരണം പ്രഭാന്ന് പേരിടാൻ പോയതാണ്. ക്രിസ്മസിന്റെ സമയത്ത് കാലിത്തൊഴുത്തിന്റെ സൈഡിൽ ജനിച്ച. അപ്പൊ ആള് പറയാം, ഞാൻ ജീസസ്, കൃഷ്ണ, അങ്ങനത്തെ ആൾക്കാരുടെ പോലെയാണ് ഞാൻ ജനിച്ചത്. നമ്മള് 10-20-25 കൊല്ലം കുവൈറ്റ്, ബഹ്റൈൻ എല്ലാം പോയി. എന്നാലും പക്ഷെ നാടൻ ആൾക്കാരാണ്. വിട്ടിട്ടില്ല. വെറുതെ അവിടെ പോയി എന്ന് മാത്രം, അല്ലാണ്ട് ചേഞ്ച് ഒന്നും ആയിട്ടില്ല. പിന്നെ ബംഗ്ലാദേശി കറി പഠിച്ചു. കറികളൊക്കെ പഠിച്ചു. അത് ബംഗ്ലാദേശി, പാകിസ്ഥാനി, അവരുടെ എല്ലാം കറികളൊക്കെ. നമ്മൾ ഏത് നാട്ടിലെ ഡിഷ് നമ്മൾ വെക്കുമല്ലോ. അതെ, നമ്മുടെ അയൽവക്കൊക്കെ അവരായിരുന്നു. അപ്പൊ എല്ലാവരുടെ കറി ഞങ്ങൾക്ക് രണ്ടാൾക്കും പ്രത്യേകിച്ച് ഇഷ്ടമാണ്.